ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കൗൺസിൽസ് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടേറിയറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രീറ്റി ബേസ്ഡ് ബോഡീസ്, അതായത് ട്രീറ്റി ബേസ്ഡ് ബോഡീസ്. ട്രീറ്റി മീൻസ് എഗ്രിമെൻറ്റ്, அதாவது ஒரு ஒப்பந்தத்தின் அடிப்படையில் ஒர்க் பண்ணக்கூடிய சில பாடிஸ், அதாவது ஹியூமன் ரைட்ஸ் பாடிஸ் இருக்குது. அது என்னென்ன அப்படின்றதான் அந்த ட்ரீட்டி பேஸ்டு பாடிஸில் നമ്മൾ നോക്കുന്നത്. There are 10 human rights treaty bodies to oversee implementation of the important international treaties. അതായത് 10 ട്രീറ്റി ബോഡീസാണ് ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ട് 10 എഗ്രിമെൻറ്റ് ബേസിൽ വർക്ക് ചെയ്യുന്ന 10 ബോഡീസാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ടു ഓവർസീ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇൻ്റർനാഷണൽ ട്രീറ്റീസ്. അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് എഗ്രിമെൻറ്റ്സുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ബോഡീസാണ് ഈ ട്രീറ്റി ബേസ്ഡ് ബോഡീസ് എന്ന് പറയുന്നത്. ആ 10 ഒന്ന് കമ്മിറ്റി ഓൺ ദി എലിമിനേഷൻ ഓഫ് റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ എലിമിനേറ്റ് ചെയ്യാൻ, ഇല്ലാതെയാക്കാനുള്ള കമ്മിറ്റിയാണ്. സെക്കൻഡ് വൺ കമ്മിറ്റി ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. നമ്മൾ ആൾറെഡി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചിരിக்கிறோம். നമുക്ക് இருக்கக்கூடிய എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. സോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ക്രിയേറ്റ് பண்ணுறது அந்த மாதிரிയുള്ള വേളയെല്ലാം ദ കമ്മിറ്റി ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന കമ്മിറ്റിയിലാണ് ഡീൽ ചെയ്യുന്നത്. മൂന്നാമത്തത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി. ഹ്യൂമൻ റൈറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഫോർമുലേറ്റ് ചെയ്യാനും അതിനുള്ള കാര്യങ്ങൾ നോക്കാനുള്ള ഒരു കമ്മിറ്റിയാണ്. നാലാമത്തത് കമ്മിറ്റി ഓൺ ദി എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വിമൻസ്. അതായത് പെൺകൾക്ക് എതിരാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പെൺകൾക്ക് എതിരാണ് പലവിധമാണ് പ്രോബ്ലംസ് ഇല്ലാമയാക്കறதுக்கு അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കമ്മിറ്റി ഓൺ ദി എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വിമൻസ്. ദെൻ കമ്മിറ്റി എഗെയിൻസ്റ്റ് ടോർച്ചർ. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോർച്ചർ, നമ്മൾ ഫ്രീ ഫ്രം ടോർച്ചറാണ്. ആരും തന്നെ നമ്മളും ടോർച്ചർ ചെയ്യാൻ സാധിക്കത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ, ടോർച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ് കമ്മിറ്റി അഗെയിൻസ്റ്റ് ടോർച്ചർ. ദെൻ കമ്മിറ്റി ഓൺ ദി റൈറ്റ് ഓഫ് ദി ചൈൽഡ്. അതായത് ചൈൽഡ് റൈറ്റ്സ്, குழந்தைகளுக்காக இருக்கக்கூடிய சில ரைட்ஸ். ஸோ அதனுடைய ரைட்ஸ் இப்போ ചൈൽഡ് ലേബർ அந்த மாதிரி உள்ள, அது പിന്നെ എഡ്യൂക്കേഷൻ, കമ്പൾസറി എഡ്യൂക്കേഷൻ, அந்த மாதிரி ഉള്ളതെല്ലാമേ ചൈൽഡ് റൈറ്റ്സ് ആണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് കമ്മിറ്റി ഓൺ ദ റൈറ്റ് ഓഫ് ദി ചൈൽഡ്, വിച്ച് ഇസ് CRC. ഇനി കമ്മിറ്റി ഓൺ മൈഗ്രാൻറ്റ് വർക്കേഴ്സ്. അതായത് പല ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള മൈഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ കമ്മിറ്റി ഓൺ ദി റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. അതായത് വികലാംഗരായിട്ടുള്ള ആൾക്കാർ, അത് ഊനമുറ്റോർ இருப்பாங்கள, അപ്പോൾ അവங்களுக்குன்னு ചില റൈറ്റ്സ്, ചില റൈറ്റ്സുകളൊക്കെ ഉണ്ടാകും. സോ അപ്പോൾ അത് ഫോർമുലേറ്റ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അവരുടെ റൈറ്റ്സിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് ആരെങ്കിലുമൊക്കെ പെരുമാറുവാണെങ്കിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവർക്ക് എന്ത് ശിക്ഷ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഈ കമ്മിറ്റി ഓൺ ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ദ ലാസ്റ്റ് വൺ ഇസ് കമ്മിറ്റി ഓൺ എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസസ്. അതായത് അപ്പിയറൻസ് മീൻസ് சட்டத்திற்கு புறம்பாக பெருமாறுறது, அந்த மாதிரி உள்ள சட்டவிரோதமான കാര്യങ്ങളെല്ലാം பண்ணும்போது அதுக்கு ஏற்ற மாதிரி உள்ள டிசிஷன்ஸ் எல்லாம் எடுக்கிறதுக்குள்ள கமிட்டி தான் கமிட்டி ഓൺ എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസസ്. ഇതാണ് അതായത് ട്രീറ്റി ബേസ്ഡ് ബോഡീസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഓരോ ഏരിയാവും ഓരോ കറക്റ്റ് ഓരോ കമ്മിറ്റീസ് ക്രിയേറ്റ് பண்ணியிருக்கிறது ട്രീറ്റി ബേസ്ഡ് ബോഡീസ്. ദീസ് ആർ ഓൾ 10 ബോഡീസ് ആർ വർക്ക്ഡ് ഓർ ആക്ടിവിറ്റീസ് run on the basis of agreements. ஓகே, அப்போ இது எல்லாமே வந்துட்டு எக்ரிமெண்ட்டோட பேசிஸில் டீல் பண்ணக்கூடிய, ரன் பண்ணக்கூடிய கமிட்டிஸாണ്. ഓക്കെ, ഇനി അടുത്തത് റോൾ ഓഫ്
യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടേറിയറ്റ്. അതായത് യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടേറിയറ്റിൻ്റെ റോളാണ്. അതിന് മുമ്പ് ഇറ്റ് ഈസ് വൺ ഓഫ് 6 മേജർ ഓർഗൻസ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്. അതായത് യുണൈറ്റഡ് നേഷൻസിന് 6 ഓർഗൻസ് ഉണ്ട്. ഓർഗൻസ് മീൻസ് 6 പാർട്സ്, കോമ്പോണൻറ്റ്സ്. ഓക്കെ, അതിൽ 6 என்னென்னு பார்த்தா the General Assembly, the Security Council, the Economic and Social Council, then the Defense Trusteeship Council, the International Court of Justice, then UN Secretariat. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓർഗൻസ് ആണ് 6. ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, the Economic and Social Council, Defense Trusteeship Council, and International Court of Justice, then യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടേറിയറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടേറിയറ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ UN സെക്രട്ടേറിയറ്റ്, യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടേറിയറ്റ്, ഇറ്റ് ഈസ് എ യുണൈറ്റഡ് നേഷൻസ് എക്സിക്യൂട്ടീവ് ആംസ് മീൻസ് തോൾ പട്ടை അല്ലേ. അപ്പോൾ ഇത് அந்த அளவுக்கு, அதாவது இந்த 6 இம்பார்ட்டൻ്റ് ஆனதான். ஓரோ ஒர்க்கு, ஓரோ டியூட்டி, ஓரோ ரெஸ்பான்சிபிலிட்டிஸ் வந்துட்டு ஃபில் பண்ணுறாங்க. பட் அதில் ഏറ്റവും இம்பார்ட்டൻ്റ് ஆனതാണ് UN സെക്രട്ടേറിയറ്റ്. The important role is setting the agenda for United Nations deliberative and decision making bodies of UN Council. United Nations Councilസിൽ വരக்கூடிய ഡെലിബറേറ്റീവ് ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡീസിന് ആവശ്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടേറിയറ്റിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. മെയിനായിട്ട് അതിന് വേണ്ടിയിട്ട് ആ റോളാണ് മെയിനായിട്ട് വഹിക്കുന്നത്. ദ ഹെഡ് ഓഫ് ദി സെക്രട്ടേറിയറ്റ് വാസ് ദി സെക്രട്ടറി ജനറൽ. അതായത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഹെഡ് അവരിനെ വിളിക്കുന്നതാണ് സെക്രട്ടറി ജനറൽ എന്ന്. ഹു ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ജനറൽ അസംബ്ലി. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ 6 ഓർഗൻസിലൊരാണ് ജനറൽ അസംബ്ലി. സോ ആ ജനറൽ അസംബ്ലിയാണ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറി ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യണത്. ഈ സെക്രട്ടറി ജനറലായിരിക്കും ഈ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹെഡ് എന്നുള്ളത്. അവരുടെ കീഴിലാണ് ബാക്കി എല്ലാവരും വരിക. ഓക്കെ, അടുത്ത് റോൾ ആൻഡ് ഫങ്ഷൻസ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റോൾ ഓഫ് യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടേറിയറ്റ്. ദ മാൻഡേറ്റ് ഓഫ് ദി സെക്രട്ടേറിയറ്റ് ഈസ് എ വൈഡ് വൺ. അതായത് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടുള്ളതാണ്. സോ അതിൽ നമ്മൾ മെയിനായിട്ട് അതിൻ്റെ വിത്തിൻ ദി ലിമിറ്റ്സ് സെറ്റ് ബൈ ഗവൺമെൻറ് ആക്ഷൻസ് ആൻഡ് ഗവൺമെൻറ് കോപ്പറേഷൻസ് മച്ച് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദി സെക്രട്ടേറിയറ്റ് മേക്സ് ഇറ്റ്. അതായത് മെയിനായിട്ട് അതിൻ്റെ റോൾ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ക്രിയേറ്റീവ് കപ്പാസിറ്റി. അതായത് ക്രിയേറ്റിവിറ്റി റോള് ഫങ്ഷൻ ചെയ്യണം. ക്രിയേറ്റിവിറ്റി റോൾ എന്ന് പറയുമ്പോൾ എല്ലാം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇന്നോവേറ്റീവ്, ഇറ്റ് ക്യാൻ ഇൻട്രൊഡ്യൂസ് ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ഇറ്റ് ക്യാൻ ഇൻ പ്രോപ്പർ ഫോംസ് ടേക്ക് ഇനിഷ്യേറ്റീവ്സ്. അതായത് പ്രോപ്പറായിട്ടുള്ള റൺവേക്ക് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കണം. ഇറ്റ് ക്യാൻ പുട്ട് ബിഫോർ മെമ്പർ ഗവൺമെൻറ്റ്സ് ഫൈൻഡിങ് വിച്ച് ദ ഇൻഫ്ലുവൻസ് ദെയർ ആക്ഷൻസ്. ഓരോരുത്തരുടെയും അവരുടെ ആക്ഷൻസിൻ്റെ അവരെന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയുള്ളത് എന്നുള്ളത് അവരുടെ തീരുമാനങ്ങൾ അറിഞ്ഞുകൊണ്ട്, മെമ്പേഴ്സ് കൺട്രീസിൻ്റെ തീരുമാനങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമുള്ള ഡിസിഷൻ മേക്കിങ്സ് അല്ലെങ്കിൽ ഫോർമുലേഷനാണ് ഇവിടെ നടക്കുന്നത്. അതാണ് മെയിൻ റോളായിട്ട് നമ്മൾ പറയണത്. സോ ഫങ്ഷൻസ്, അതായത് മെയിനായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ദ സെക്രട്ടേറിയറ്റ് ഈസ് ദി മെയിൻ സോഴ്സ് ഓഫ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അനാലിസിസ് ഫോർ ദി ജനറൽ അസംബ്ലി ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽ. ஸோ അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് அப்படிங்கிறது இட் administers operations initiated by UN's deliberative organs. അതായത് deliberative organs അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്പറേഷൻസ് അതിനെ ഇനിഷ്യേറ്റ് ചെയ്യുക. ഇറ്റ് ഓപ്പറേറ്റ്സ് പൊളിറ്റിക്കൽ മിഷൻസ്, പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുക. ഇറ്റ് പ്രിപ്പയേഴ്സ് അസസ്മെൻറ്റ്സ് ദാറ്റ് പ്രൊസീഡ് പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ്. അതായത് സമാധാനം നിലനിൽക്കാക, അതായത് സമാധാനപരമായിട്ട് ജീവിക്കാനായിട്ട്, അതായത് ലോകത്ത് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ്, അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നു. ദെൻ ഇറ്റ് അപ്പോയിൻറ്റ്സ് ദ ഹെഡ്സ് ഓഫ് പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ്. അതായത് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നോക്കാനായിട്ട് ഒരു ഹെഡിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ദെൻ ഇറ്റ് കണ്ടക്ട്സ് സർവേസ് ആൻഡ് റിസർച്ച്, സർവേസും റിസർച്ചും കണ്ടക്ട് ചെയ്യുക.
then communicates with non-state actors such as media and non-government organizations. അതായത് ഗവൺമെൻറ് അല്ലാത്ത ഓർഗനൈസേഷൻസിനും അതേപോലെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് സച്ച് എസ് മീഡിയാസ് ഇങ്ങനെയുള്ളവരിനൊക്കെ. അപ്പോൾ ഇവിടെ സർവേസ് അല്ലെങ്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക, അതിൻ്റെ റിസൾട്ട്സ് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പബ്ലിഷിംഗ് ഓൾ ഓഫ് ദി ട്രീറ്റീസ് ആൻഡ് ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റ്സ്. ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ബേസിസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, ട്രീറ്റീസ് ബോഡീസ് കണ്ടിട്ടുണ്ട്, ഒരു 10 ബോഡീസ് റൺ ചെയ്യുന്നത്. അതിനുള്ള കാര്യങ്ങളെല്ലാം റെസ്പോൺസിബിൾ പബ്ലിഷിംഗ് ഓൾ ദി ട്രീറ്റീസ്, അതായത് ഈ എല്ലാ അഗ്രിമെൻറ്റ്സും പബ്ലിഷ് ചെയ്യുന്നതും ഈ UN സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ റോളാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നമ്മൾ ട്രീറ്റീസ് ബോഡീസ് നോക്കി. അതിലുള്ള ഒരെണ്ണമാണ് ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഓക്കെ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ നമ്മൾ 10 ട്രീറ്റീസ്, അതായത് ട്രീറ്റി ബേസ്ഡ് ബോഡീസ് നോക്കി. അതേപോലെ നമ്മുടെ ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ കോമ്പോണൻസിൽ ഓർഗാൻസിൽ ഒരെണ്ണമാണ് ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഇറ്റ് ഈസ് എ ഹാർട്ട് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് സിസ്റ്റം. ഈ യുണൈറ്റഡ് നേഷൻസ് സിസ്റ്റത്തിൻ്റെ ഹാർട്ടായിട്ടാണ് ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ റൺ ചെയ്യുന്നത്. ടു അഡ്വാൻസ് ദ 3 dimensions ഓഫ് സ്യൂട്ടബിൾ ഡെവലപ്മെൻറ്റ്സ്, അതായത് 3 ഡയമെൻഷൻസിൽ ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ മെയിൻ റോള്. എന്തൊക്കെയാണ് 3 dimensions? ഒന്ന് എക്കണോമിക്, ഒന്ന് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ. അതായത് എക്കണോമിക്കായിട്ട് നമുക്ക് പൊരുളാധാരം റിലേറ്റഡാ, അതേപോലെ സോഷ്യൽ സൊസൈറ്റി, ദെൻ എൻവയോൺമെൻറ്റൽ. ഇത് 3 ഈ 3 ഡയമെൻഷൻസിലും ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ മെയിൻ റോള്. ദ സെൻട്രൽ പ്ലാറ്റ്ഫോം ഫോർ ഫോസ്റ്ററിങ് ഡിബേറ്റ്, ഇന്നൊവേറ്റീവ് തിങ്കിങ്, കോർഡിനേറ്റിംഗ് എഫേർട്സ് ടു അച്ചീവ് ഇൻ്റർനാഷണലി എഗ്രീഡ് ഗോൾസ്. അതായത് മെയിനായിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് വർക്ക് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ദ സെൻട്രൽ പ്ലാറ്റ്ഫോം ഫോർ എന്തിനു വേണ്ടിയിട്ട്, ഫോസ്റ്ററിങ് ഡിബേറ്റ്, കുറേ ഡിബേറ്റ്സുകൾ നടത്താനും, ഇന്നൊവേറ്റീവ് തിങ്കിങ്, പുതിയതായിട്ട് കുറേ എന്തെങ്കിലുമൊക്കെ തിങ്ക് ചെയ്ത് കണ്ടുപിടിക്കാനും, ദെൻ കോർഡിനേറ്റിംഗ് എഫേർട്സ് ടു അച്ചീവ്, ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ അഗ്രി ചെയ്തിട്ടുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ റോളായിട്ട് നമ്മൾ പറയുന്നത്. ഇറ്റ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ്. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, നമ്മൾ ഫുള്ള് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കി ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതും എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ മെയിൻ ഡ്യൂട്ടിയാണ്. ഓക്കെ, അടുത്തത് എക്കോസോക്ക് அப்படிங்கும்போது നമ്മുടെ ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ അതിൻ്റെ റിലേറ്റഡായിട്ട് വരുന്നതാണ് ഈ എക്കോസോക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് ഇതിൻ്റെ, അതായത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, അതിന് തന്നെയാണ് നമ്മൾ എക്കോസോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1945, 1945 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫീൽഡ് ഓഫ് ദി ഓർഗനൈസേഷൻസ്. ദെൻ ഇറ്റ് റിഗാർഡ്സ് 15 സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ്, 15 ഏജൻസീസ് ഉണ്ട്, 8 ഫങ്ഷണൽ കമ്മീഷൻസ് ഉണ്ട്, 5 റീജിയണൽ കമ്മീഷൻസ് അണ്ടർ ഇറ്റ്സ് ജുറിഡിക്ഷൻ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ, അതായത് എക്കോസോക്ക് തുടങ്ങിയത് 1945 മെയിനായിട്ട് 15 സ്പെഷ്യലൈസ്ഡ് ഏജൻസീസും 8 ഫങ്ഷണൽ കമ്മിറ്റീസും 5 റീജിയണൽ കമ്മീഷൻസുമാണ് ഇതിനടിയിൽ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് സെർവ്സ് ആസ് ദി സെൻട്രൽ ഫോറം ഫോർ ഡിസ്കസിങ് ഇൻ്റർനാഷണൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അതായത് ഇൻ്റർനാഷണൽ ലെവൽ, யுனைடெட் நேஷன்ஸ் அப்படிங்கும்போது பல ஐக்கிய நாட்டு சபை அப்படின்னு கேட்டிருப்போம்ல, எல்லா உலகத்தில் பல நாடுகளும் ஒன்றா சேர்ந்து ஒரு அசோசியேஷனாக ஒரு ஆர்கனைசேஷனாக ஒர்க் பண்ணுறது தான் யுனைடெட் நேஷன்ஸ் ஒரு ஐக்கிய நாட்டு சபை அப்படின்றது. ஸோ அப்போ இதனுடைய மெயின், அதாவது இந்த எக்கோசோக்கோட மெயின் சர்வீஸ் അല്ലെങ്കിൽ மெயின் ரோல் என்ன அப்படின்னு சொன்னால் டிஸ்கஸிங் இன்டர்நேஷ்னல் எக்கனாமிக் அண்டு
സോഷ്യൽ ഇഷ്യൂസ്. ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു നാട് വേറെ ഒരു നാടുമായിട്ടുള്ള എക്കണോമിക്കായിട്ടോ സോഷ്യലായിട്ടോ ഉള്ള പ്രശ്നങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഡ്യൂട്ടി. ഫോർമുലേറ്റിംഗ് പോളിസി റെക്കമെൻഡേഷൻസ് അഡ്രസ്ഡ് ടു മെമ്പർ സ്റ്റേറ്റ്സ് ആൻഡ് യുണൈറ്റഡ് നേഷൻ സിസ്റ്റംസ്. യുണൈറ്റഡ് നേഷൻസിൽ மெம்பராக இருக்கக்கூடிய மெம்பர் கண்ட்ரிஸ் ஏதாவது ரெக்கமெண்டேஷன்ஸ் கொடுத்தாங்க அப்படின்னு சொன்னால் അതിനെ കുറിച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസുകൾ ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ ഇറ്റ് ഹോൾഡ് 1-4 വീക്ക് സെഷൻ ഈച്ച് ഇയർ ഇൻ ജൂലൈയിൽ എല്ലാ വർഷവും ജൂലൈ മാസം 1-4 വീക്ക് സെഷൻ കൈകാര്യം ചെയ്യും. ഹെൽഡ് ആനുവൽ മീറ്റിംഗ് ഇൻ ഏപ്രിൽ വിത്ത് ഫിനാൻസ് മിനിസ്റ്റർ. എല്ലാ വർഷവും ഏപ്രിൽ ആവുമ്പോൾ ആനുവൽ മീറ്റിംഗ് കൂടും വിത്തിൻ ദി പ്രസൻസ് ഓഫ് ദി ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഹെഡിങ് കീ കമ്മിറ്റി ഓഫ് ദി വേൾഡ് ബാങ്ക് ആൻഡ് ദി IMF. വേൾഡ് ബാങ്കിൽ നിന്നും ഇന്ത്യൻ മോണിറ്ററി ഫണ്ടിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാരുടെ അടുത്തൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത് ഈ എക്കോസോക്കിലാണ്. ഓക്കെ, അടുത്തത് ചില ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസാണ്. അതിൽ 2 കമ്മീഷൻസാണ് മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. International Human Rights Commission is shortly called IHRC. IHRC is a non-profitable organization. It is a non-profitable human rights organization. International Executive Committee was declared on 24th December 2003 in ജനീവ സ്വിറ്റ്സർലാൻഡിൽ ജനീവയിലാണ് ഈ ഇൻ്റർനാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന പേര് ആദ്യമായിട്ട് ആ പേരിൽ ഡിക്ലെയർ ചെയ്തത്. IEC ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് 24 മെമ്പേഴ്സ് ഫ്രം 24 കൺട്രീസ്. 24 കൺട്രീസിലുള്ള 24 ആൾക്കാരനെ മെമ്പറായി ചേർത്തുകൊണ്ട് മാത്രമാണ് ഈ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ IHRC റൺ ചെയ്യുന്നത്. ഈച്ച് മെമ്പർ കൺട്രി ഓഫ് യുണൈറ്റഡ് നേഷൻസ് വിൽ ബി എ മെമ്പേഴ്സ് ഓഫ് IHRC. അതായത് യുണൈറ്റഡ് നേഷൻസിൽ யாரெல்லாம் மெம்பராக இருக்காங்களோ அவங்க எல்லாருமே வந்துட்டு ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ മെമ്പറായിരിക്കും. ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ എറാഡിക്കേറ്റിംഗ് ആറ്റോമിക് വെപ്പൺസ്. അതായത് അറ്റോമിക് വെപ്പൺസിനെ കൈകാര്യം ചെയ്യുക. ദെൻ കണ്ടക്ടിങ് ഇംപാർഷ്യൽ ഇൻക്വയറി ഓഫ് ടോർച്ചർ ഇൻ നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ലെവൽ. നാഷണൽ ലെവലോ ഇൻ്റർനാഷണൽ ലെവലിലോ വരുന്ന ടോർച്ചറിനെ കുറിച്ച് പഠിക്കാനും അതിനെക്കാട്ടൊരു എൻക്വയറി നടത്താനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. ദെൻ മൊബിലൈസിങ് പബ്ലിക് ഒപ്പീനിയൻ ഫോർ പീസ്. സമാധാനത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിൽ നിന്നുള്ള ഒപ്പീനിയൻസ് സ്വീകരിക്കാം. IHRC വിൽ ഗ്രാജുവലി ടേക്ക് അഫിലിയേഷൻ ഓഫ് UN ആൻഡ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ബോഡീസ്. അതായത് യുണൈറ്റഡ് നേഷനിൽ നിന്നും ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ബോഡീസിൽ നിന്നും അഫിലിയേഷൻ വാങ്ങിയാൽ മാത്രമേ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ இப்போ நான் அதுக்கு முன்னாடி பார்த்தது இன்டர்நேஷ்னல், அப்போ உலக அளவில் നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അത് ഇന്ത്യ മുഴുവനായിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. NHRC എന്നാണ് ഇതിൻ്റെ മെയിനായിട്ട്. NHRC ഈസ് ആൻ സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് ബോഡി. ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് 12th October 1993. It was given a statutory basis by the Protection of Human Rights Act 1993. അതായത് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു നോക്കത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇറ്റ് റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അതാണ് അതിൻ്റെ മെയിൻ റോളായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, താങ്ക് യു.